അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്. ഗ്യാസ് അടിക്കൽ എങ്ങനെയാണെന്നുള്ളത്. അത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വെച്ചാൽ നമുക്ക് ചില സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരാം. ചിലപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് കുറച്ച് പോയിന്റ്സ് ഇടേണ്ടി വരും. കാരണം ചിലപ്പോൾ എല്ലാം നമുക്ക് ഓർമ്മ വരണമെന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ മെന്റർഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, ഇവർക്ക് അറിയില്ല. പക്ഷെ എന്തെങ്കിലും എഴുതി വെക്കണമെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ 550 ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ റിലേറ്റീവ് പാർട്ടീസ് ആണ്. അപ്പോൾ റിലേറ്റീവ് പാർട്ടീസ് എന്തൊക്കെയാണ് അങ്ങനത്തെ ഡെഫിനേഷനൊക്കെ എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ചിട്ട് അവർക്ക് നമുക്ക് മാർക്ക് കിട്ടിയില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്, അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്തെ കുറച്ച് അനാലിസിസ് നടത്തും. അപ്പോൾ ഫോർ എക്സാമ്പിൾ SA 701 SA 701 ഞാൻ നോക്കിയപ്പോൾ ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യുമ്പോഴാട്ടോ നമുക്കിത് മനസ്സിലാവുക. അപ്പോൾ SA 701 നമ്മൾ പഠിച്ചു, കണ്ടതിനൊക്കെ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ SA 701 ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്തു നോക്കി, അതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ മിക്ക ക്വസ്റ്റ്യൻസിനും SA 701 അതിൽ ഡെഫിനിഷൻ ഓഫ് കീ ഓഡിറ്റ് മാറ്റേഴ്സ് എന്താണ്, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് കീ ഓഡിറ്റ് മാറ്റേഴ്സ്, ആ 3 പോയിന്റ്സ് ഉണ്ടല്ലോ, മറ്റേ ഏരിയാസ് ഓഫ് ഹയർ അസസ്റ്റ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്, സിഗ്നിഫിക്കൻറ്റ് ജഡ്ജ്മെന്റ്സ്, അതൊക്കെ ഈ ഒരു 3 പോയിന്റും എന്തായാലും മിക്ക ക്വസ്റ്റ്യൻസിലും ഞാൻ കാണാറുണ്ട് ആൻസറിൽ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ SA 701 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ എഴുതി വെക്കും. എനിക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണ് SA 701 വരുന്നതെങ്കിൽ മിക്കവാറും ഹൈ പ്രോബബിലിറ്റി ഈ ഒരു പോയിന്റ്സ് ആ ആൻസറിൽ ഉണ്ടാവുന്നു. കാരണം മിക്ക ആൻസേഴ്സും ഞാനത് കാണാറുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യാം, അതായിരുന്നു എൻ്റെ സ്ട്രാറ്റജി. SA 701 ആപ്ലിക്കേഷൻ ലെവലിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എനിക്ക് അറിയാത്തൊരു എന്തെങ്കിലും ചോദിക്കുകയാണെന്ന്, ചില സമയത്ത് നമുക്ക് മനസ്സിലായില്ല ഇവർ എന്താ ചോദിക്കുന്നതെന്ന്, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡെഫിനേഷനും എഴുതി വെക്കും, ഇതിൻ്റെ ഈ ഒരു ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് കീ ഓഡിറ്റ് മാറ്റർ. ഞാൻ ഒരു എക്സാമ്പിൾ ആട്ടോ പറഞ്ഞത്. അങ്ങനെയായിരുന്നു എൻ്റെ അപ്രോച്ച്. അതെനിക്ക് വർക്കും ആയിട്ടുണ്ട്. ഒരു അറ്റംപ്റ്റിൽ SA 701 ചോദിച്ചപ്പോൾ എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല, പക്ഷെ ഞാൻ അത് എഴുതി വെച്ചു. ഐ ഗോട്ട് 3 മാർക്സ്. ആ ആൻസറിൽ അതുണ്ടായിരുന്നു. അപ്പം നമ്മൾ വെറുതെ ഗ്യാസ് അടിച്ചിട്ട് കാര്യമില്ല. എന്ത് റിലേറ്റഡ് വരുമ്പോൾ എന്ത് ചെയ്യണം. അതുപോലെ എനിക്ക് SA 540 എസ്റ്റിമേറ്റ്സിനെ പറ്റി ഞാൻ ഹൈ എസ്റ്റിമേഷൻ അൺസർട്ടിനിറ്റി എന്നുള്ളൊരു കീവേഡ് അതിലെല്ലാത്തിലും വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വന്ന സമയത്ത് ഞാൻ ഹൈ എസ്റ്റിമേഷൻ അൺസർട്ടിനിറ്റി എന്ന് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഒരു പോയിന്റ് എഴുതി വെച്ചു. ഐ ഗോട്ട് 1 മാർക്ക്. അപ്പോൾ നമ്മൾ നോക്കണം ഓരോ എസ്സേസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് എന്തൊക്കെയാണ്, അതിൽ സ്ഥിരമായിട്ട് എല്ലാ ആൻസേഴ്സിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കോമൺ പോയിന്റ്സ് എന്താ, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതിപ്പോൾ നമ്മളെ കയ്യിൽ ഒന്നും ഇല്ല ഇടാനെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ അതിലിട്ട്, അപ്പോൾ ഒന്നെങ്കിൽ ചിലപ്പം കിട്ടും, ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എഴുതിയത് ശരിയായിരിക്കും, നമുക്ക് മാർക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അല്ലാതെ തലയും വാലും ഇല്ലാതെ എന്തെങ്കിലും എഴുതി വെച്ചെന്ന് അവരാരും സിമ്പതിയിൽ നമുക്ക് മാർക്ക് ഇട്ട് തരാനൊന്നും പോണില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ SA 250 ഞാൻ പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ബാങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്താ 250 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ മിക്കവാറും എന്ത് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ലോ അവിടെ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ആ വയലേറ്റ് ചെയ്തത് വെച്ചാൽ 2 ടൈപ്സ് ഓഫ് ആണ്. ലോസ് ഹാവ് എ ഡയറക്റ്റ് എഫക്റ്റും ലോസ് ഡു നോട്ട് ഹാവ് എ ഡയറക്റ്റ് എഫക്റ്റും. ഓക്കെ, അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും, ഡു നോട്ട് ഹാവ് എ ഡയറക്റ്റ് എഫക്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലോ അല്ലെ ചൈൽഡ് ലേബറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ ഒരു വയലേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ മാനേജ്മെന്റ് അടുത്ത് ചോദിക്കുന്ന സമയത്ത് മാനേജ്മെന്റ് പറയും ഇതൊന്നും നിന്റെ പണിയല്ല, നീ നിന്റെ കാര്യത്തിൽ ഇത് നിന്റെ ഇതിൽ വരുന്നതല്ല എന്ന് പറയും. അപ്പോൾ അവിടെ എന്താണ് ഓഡിറ്ററിന്റെ റെസ്പോൺസ്, മിക്ക ക്വസ്റ്റ്യൻസിലും അൾട്ടിമേറ്റ് സിറ്റുവേഷൻ അതായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഒക്കെ ആൻസറിൽ വരുന്ന പോയിന്റ് ഉണ്ട്. ലോസ് ദാറ്റ് ഹാവ് എ ഡയറക്റ്റ് എഫക്ട്, ഡു നോട്ട് ഹാവ് എ ഡയറക്റ്റ് എഫക്ട്, പിന്നെ അതിന് ഇങ്ങനത്തെ ഈ ഒരു വയലേഷന് മെറ്റീരിയൽ എഫക്റ്റ് ഉണ്ടോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ എന്താണ് ഒപ്പീനിയൻ ഓഡിറ്റർ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ മാനേജ്മെന്റ് അപ്രോച്ച് കറക്റ്റ് അല്ല, ഇങ്ങനെയൊക്കെയാണ് ആൻസറിൽ വരുന്നത്. അപ്പം ഞാൻ ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരേണ്ടതെന്ന്. ആൻഡ് ഇപ്രാവശ്യം അവർ SA 250 ക്വസ്റ്റ്യൻ ചോദിച്ചു, നോക്കൂ ആ ക്വസ്റ്റ്യൻ നോക്കൂ, ഇവിടെ എന്താണ് NOC ഇല്ല അവർക്ക്. ഓക്കെ, അപ്പോൾ ദേ ആർ ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് ഒബ്റ്റെയിനിങ് ഫയർ NOC ഈസ് ഔട്ട്സൈഡ് ദി പെർവ്യൂ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ആരുടെ മാനേജ്മെന്റ്. അപ്പോൾ ഓഡിറ്റർ ചെന്നപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, അപ്പോൾ ഹെൻസ് യു ആർ നോട്ട് റിക്വയർഡ് ടു ലുക്ക് ആഫ്റ്റർ ദിസ് ചാപ്റ്റർ, വാട്ട് ആർ ദി ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഇൻ റിലേഷൻ ടു കംപ്ലൈൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ്. ഈ സെയിം പാറ്റേണിലുള്ള ഇവിടെ ഫയർ NOC ആണെങ്കിൽ വേറെ സിറ്റുവേഷൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കിൽ കൊടുത്തിരുന്നു. അപ്പം എനിക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആൻസർ പാറ്റേൺ എനിക്കറിയാം. അപ്പം ഞാൻ ആ ആൻസർ എഴുതി വെച്ചു. ഇതാ SA 250 ആദ്യം ഞാൻ കോട്ട് ചെയ്തു. എപ്പോഴും ഒരു ആൻസർ എഴുതുമ്പോൾ ഫസ്റ്റ് അത് കോട്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഞാൻ എൻ്റെയിലും എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അവരിൽ ഞാൻ
ഷാൾ ഒബ്റ്റെയിൻ സഫീഷ്യൻറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് എന്നുള്ള ആ പോയിന്റ് എഴുതി. ഐ ഗോട്ട് 1 മാർക്ക് ഫോർ ദാറ്റ്. പിന്നെ അതുപോലെ ഫോർ അതർ ലോസ് ആൻഡ് റെഗുലേഷൻ ദാറ്റ് ഡു നോട്ട് ഹാവ് എ ഡയറക്റ്റ് എഫക്റ്റ്, അതുപോലെ ഓഡിറ്റ് ഷാൾ പെർഫോം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഓഡിറ്റ് ഷാൾ എക്സ്പ്രസ് ക്വാളിഫൈഡ് ഓർ അഡ്വേഴ്സ് ഒപ്പീനിയൻ, പിന്നെ ഇഫ് ഇറ്റ് ഈസ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെ ഒപ്പീനിയൻ ആണ് പറയേണ്ടത്, എല്ലാം ഞാൻ എഴുതി വെച്ചു. ഐ ഗോട്ട് ഹൗ മച്ച് മാർക്ക്? 4 ഔട്ട് ഓഫ് 5 എനിക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ പാറ്റേൺ എങ്ങനെ, ഒരു എസ്സേയിൽ എങ്ങനെയൊക്കെയാണ് ഇവർ ടെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യും. വെറുതെ ചുമ്മാ ഓഡിറ്റ് ചെയ്യുന്ന പഠിക്കരുത്. അതിന് പകരം എന്ത് ചെയ്യുക, ജസ്റ്റ് അനലൈസ് ചെയ്യുക എന്താണ് ഇവരുടെ പാറ്റേൺ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിന് ആൻസർ നോക്കുക. ആൻസറിൽ സ്ഥിരമായിട്ട് വരുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ് അത് നോട്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു എസ് എന്ന് നമുക്ക് അറിയാത്ത ഒരു ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഈ പോയിന്റ്സ് അതിലുണ്ടാവും മേക്ക് ഷുവർ ചെയ്യാം. ഇങ്ങനെയൊക്കെ വേണം നമ്മൾ എന്ത് ചെയ്യാനും ആൻസർ ചെയ്യാൻ വേണ്ടി. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 4B എനിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു. ഞാൻ റിമോട്ട് ഓഡിറ്റ് എന്താ പറയുക, ഡിജിറ്റൽ ഓഡിറ്റ് ഞാൻ ഫുള്ള് പഠിച്ചിരുന്നെങ്കിലും റിമോട്ട് ഓഡിറ്റ് എനിക്ക് എന്ത് ചെയ്യുന്നില്ല ആ സമയത്ത് ഓർമ്മ കിട്ടിയില്ല. പക്ഷേ എനിക്ക് എന്താ സംവർ ഞാൻ എന്ത് ചെയ്യുക, ഡിജിറ്റൽ ഓഡിറ്റിങ് ഞാൻ കുറേ ഗ്യാസ് അടിച്ച് വെച്ചു. ആ ഗ്യാസ് അടിച്ച് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എനിക്ക് അറിയായിരുന്നു ഈ ഡാറ്റ ഹാസ് ടു ബി എൻക്രിപ്റ്റഡ് സോ ദ ലീക്കേജ് ഓഫ് ഇൻഫർമേഷൻ ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞ ഒരു പോയിന്റിന് അവർ എനിക്ക് 1 മാർക്ക് തന്നിട്ടുണ്ട്. അതിന് ഗ്യാസ് അടിച്ച് വിട്ടതാണ്. പക്ഷെ എന്താ ആ വേർഡിങ്സ് ആ ഡിജിറ്റൽ ഓഡിറ്റിൽ എനിക്ക് വരാറുള്ളത് ഞാൻ എന്ത് ചെയ്തു മൈൻഡിൽ വെച്ചിരുന്നു. എനിക്ക് ആ കോൺഫിഡൻറ്റ് വരുന്ന ആൻസറിൽ, കാരണം ഞാനത് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ എൻക്രിപ്റ്റഡ് എന്നുള്ളതൊക്കെ ഞാൻ കീവേഡ് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അനാലിസിസ് നമ്മൾ തന്നെ നടത്തണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ വരുമ്പോൾ എന്തൊക്കെയാണ് ചില കീവേഡ്സ് ഒക്കെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യണം, അതൊക്കെ ആൻസറിൽ വരണം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്ക് പ്രാക്ടീസ് നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് കാര്യമില്ല, അത് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ഒരു അനാലിസിസ് നടത്തി നമ്മളെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവണം. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ നമ്മളെ കയ്യിൽ സൂപ്പർ തറവായിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവണം. ചില സമയത്ത് നമുക്ക് ഈ ഇതിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആൻസർ എഴുതാം, അങ്ങനത്തെ കുറച്ച് നമ്മളെ കയ്യിൽ പോയിന്റ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ എസ്സേസ് മാത്രം നിങ്ങൾ പഠിച്ചു പോകരുത് കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഐഡിയ പറഞ്ഞു തന്നതാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഓരോ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഓഡിറ്റ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ലെങ്ത് വീഡിയോ ഒന്നും എനിക്കറിയാം, പക്ഷേ എനിക്ക് പറ്റാവുന്ന ബെസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഇങ്ങനെയൊക്കെയാണ് അപ്രോച്ച്, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് 40 കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേ പേര് അവരുടെ അവസ്ഥ അങ്ങനെയാണെന്ന് പറഞ്ഞോളാം. ദയവ് ചെയ്ത് നിങ്ങൾ ഡൗൺ ആവരുത്. എപ്പോഴും നിങ്ങൾ അപ്രോച്ച് എന്ന് വെച്ചാൽ, ഞാൻ ഇതിനെ കണ്ടിരുന്നത് ഒരു ബോക്സിങ് കോമ്പറ്റീഷൻ പോലെയാണ്. അപ്പം ഞാനൊരു ബോക്സറാണ്, ഞാൻ എൻ്റെ കോമ്പറ്റേറ്ററെ ഫൈറ്റ് ചെയ്യും, അയാൾ എന്നെ ഒറ്റയടിക്ക് ഇടിച്ച് വീഴ്ത്തുകയാണെങ്കിൽ അയാൾ അത്രയും സ്ട്രോങ് അല്ല എന്നർത്ഥം. അപ്പം ഞാനതിന് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം ഫൈറ്റ് ചെയ്യാൻ പോകണം. എന്നിട്ട് അവരെ ഫൈറ്റ് ചെയ്തിട്ട് അവരുടെ വീക്ക്നെസ് എന്താ, അവരെന്തൊക്കെയാണ് എന്നെ ഫൈറ്റ് ചെയ്യാൻ, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, ആ ഒരു ടാക്ടിക്സ് ഒക്കെ മനസ്സിലാക്കി ഞാൻ തിരിച്ച് ഫൈറ്റ് ചെയ്ത് അവരെ തോൽപ്പിക്കണം. അതേപോലെ ഇതിനും കണ്ടാൽ മതി. ഓഡിറ്റ് നമ്മൾ എപ്പോൾ ചെന്നാലും ICA നമ്മളിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തുകൊണ്ട് പൊട്ടിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അത് അനലൈസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ തിരിച്ച് ഫൈറ്റ് ചെയ്ത് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ജയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ അപ്രോച്ചിൽ ഇതിനെ കണ്ടാൽ മതി. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്സ് യു ഓൾ. പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. ഒരുപാട് എഫേർട്ട് ഉണ്ട്. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ഓക്കെ, താങ്ക് യു. ബൈ.